വെൽക്കം ടു വഞ്ചിനാട് കിച്ചൺ. ഐ എം ഷെഫ് വിനോദ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൻ ഫ്രൈഡ് ഫിഷ് ആണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് സീ ബ്രീമാണ്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഫിഷാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് ഫിഷും നമുക്ക് പാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഹാഫ് ലൈം ജ്യൂസ്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ചുവിടാം. മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. നമ്മുടെ മീനിന് നല്ലൊരു കോമ്പിനേഷനാണ് പൊട്ടറ്റോ. നമുക്ക് പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ട ഞാൻ യൂസ് ചെയ്യുന്ന ബേബി പൊട്ടറ്റോ ആണ്. ബേബി പൊട്ടറ്റോ അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ പൊട്ടറ്റോ എടുത്താൽ മതി. നമുക്ക് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. മീനിന് നല്ലൊരു കോമ്പിനേഷനാണ് ഒരു മാംഗോ സൽസ. അതിന് വേണ്ട ഒരു മാങ്ങ, പെപ്പേഴ്സ് 3 കളറിലുള്ളത്, റെഡ്, യെല്ലോ, ഗ്രീന്, ഒരു റെഡ് ഓണിയൻ, ലെമൺ, ക്യുക്കുംബർ, സോൾട്ട് ആവശ്യത്തിന്, ഒലിവ് ഓയിൽ, കൊറിയാണ്ടർ ലീവ്സ്. നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാം. സൽസയ്ക്ക് വേണ്ടി നമ്മൾ ഫൈനായിട്ട് ഡൈസ് ചെയ്തെടുക്കണം. സൽസയിലേക്ക് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തൊരു ഗ്രീൻ ചില്ലി കൂടി ഇടാം. നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ സൽസ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. നമുക്കതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഫിഷ് പാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. സോൾട്ടും പെപ്പറും ഇട്ട് ആവശ്യത്തിന്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നമ്മുടെ ഫിഷ് നമ്മൾ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലവറിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഉടയാതെ അടുത്ത സൈഡിലൂടെ തിരിച്ചിടാം. ഫിഷ് 2 സൈഡും നന്നായിട്ട് സീലായിട്ടുണ്ട്. നമ്മളിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് നിയർലി ഫിനിഷാണ്. നമുക്കതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇടാം. ഫിഷിൻ്റെ സൈഡായിട്ട് പോകാനുള്ള പൊട്ടറ്റോ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ട 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 1 ക്യൂബ് ബട്ടർ കൂടെ ഇടാം. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്ഡ്. ഗാർലിക് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഇടാം. ഉപ്പ് ആവശ്യത്തിന്, പെപ്പർ ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് 1 പിഞ്ച് ചോപ്പ് കൊറിയാണ്ടർ ഇടാം. പാൻ ഫ്രൈഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും
സൽസയും വെച്ച് ഗാർണിഷ് ചെയ്യാം. പാൻ ഫ്രൈഡ് ഫിഷിന് അടാറൊരു കോമ്പിനേഷനാണ് മാംഗോ സൽസയും ഗ്രിൽഡ് ലെമണും ഗാർലിക്കും കൊറിയാൻഡറും ഇട്ട പൊട്ടറ്റോയും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വഞ്ചിനാട് സ്പെഷ്യൽ പാൻ ഫ്രൈഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.